Hello students, today we are discussing oblique incidence of light on a plane film. Consider a thin transparent film of uniform thickness T having refractive index mu placed in air. A plane wave from a monochromatic light of wavelength lambda is falling at an angle of incidence I. Part of a ray AB is reflected along BC. Part of it is transmitted into the film along BF. അതായത് നമ്മുടെ മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്നും വരുന്ന AB എന്ന ലൈറ്റ് എന്താകുന്നു, അതിൻ്റെ ഒരു പാർട്ട് BC എന്ന പാത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്തു പോവുകയും മറ്റൊരു പാർട്ട് BF എന്ന ഒരു ഭാഗത്തിലൂടെ നമ്മുടെ T തിക്നെസ്സുള്ള തിൻ ഫിലിമിലേക്ക് ട്രാൻസ്മിറ്റ് ആവുകയും ചെയ്യുന്നു. The transmitted ray BF makes an angle R with a normal to the surface at the point G. Okay? This is the point G. The ray BF is in turn partially reflected back into the film along FD, while a major part refracts into air along FK. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയ BFൻ്റെ ഒരു ഭാഗം FD എന്ന പാത്തിലൂടെ നമ്മുടെ സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു പോവുകയും മറ്റൊരു മേജർ പോർഷൻ എയറിലേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തിൻ ഫിലിമിൽ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള FD എന്നുള്ള പോർഷൻ എന്ത് ചെയ്യുന്നു, അപ്പർ സർഫസ് ഓഫ് ദ തിൻ ഫിലിമിൽ വെച്ചിട്ട് അത് ട്രാൻസ്മിറ്റ് ആവുകയും എയറിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നു. അതിൻ്റെ പാത്താണ് DE എന്ന് പറയുന്നത്. തിൻ ഫിലിമിൻ്റെ അപ്പർ സർഫസും ലോവർ സർഫസും പാരലൽ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന BC ആൻഡ് DE എന്നുള്ള രണ്ട് ലൈറ്റ് വേവ്സും എന്താണ്, പാരലലാണ്. സോ ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. The light waves BC and the light wave BFDE, they both are derived from a single source. അല്ലേ, നമ്മളൊരൊറ്റ മോണോക്രോമാറ്റിക് സോഴ്സിൽ നിന്നും ഡിറൈവ് ചെയ്യപ്പെട്ട രണ്ട് വേവ്സാണ് BCയും BFDയും. സോ ദേ ആർ കൊഹറൻറ്റ്. അത് കൊഹറൻ്റ് ആയതുകൊണ്ട് തന്നെ അവ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. Let DH be the normal to BC from DE. So from this point H and D, both rays BC and DE, they travel equal distances. അതായത് നമ്മൾ രണ്ട് കൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സ് ഈ ഒരു പോയിന്റിലെത്തുമ്പം അതെന്താണ്, ഈക്വൽ പാത്താണ് ട്രാവൽ ചെയ്യുന്നത്. കണ്ടോ, ഈ രണ്ട് വേവ്സ് അതുവരെ സെയിം ആയിട്ടുള്ള രണ്ട് വേവ്സ് അവ ഒന്ന് റിഫ്ലക്റ്റ് ആവുകയും ഒന്ന് ട്രാൻസ്മിറ്റ് ആവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവ ഡിഫറെൻ്റ് അപ്പർ സർഫസിലും ലോവർ സർഫസിലും വെച്ച് അവയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അവ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അവ ട്രാവൽ ചെയ്യുന്ന പാത്ത് ഡിഫറെൻ്റ് ആണ്. സോ ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു വേവ്സ് ഇസ് the optical path difference between the two reflected rays, we can write it as delta. Let's represent it as delta. It is equal to, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ജോമെട്രിക്കൽ ഡിസ്റ്റൻസ്. സോ നമ്മൾ എക്സ്ട്രാ ട്രാവൽ ചെയ്ത ഈ ട്രാൻസ്മിറ്റ് ആയിപ്പോയ ലൈറ്റ് റേ എക്സ്ട്രാ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് BH ആണ്. എയർ ആണ് ഈ മീഡിയം അല്ലേ. അപ്പർ സർഫസിൽ റിഫ്ലക്റ്റ് ആയിപ്പോയ ലൈറ്റ് വേവ് എയറിലേക്ക് തന്നെയാണ് റിഫ്ലക്റ്റ് ആവുന്നത്. സോ മ്യൂ ഇൻറ്റു BH എന്ന് വെച്ചാൽ എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലൈറ്റ് ഇസ് 1. സോ മ്യൂ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മ്യൂ ഇൻറ്റു BF പ്ലസ് FD മൈനസ് മ്യൂ ഇൻറ്റു BH ആണ്. അതെന്താണ്, മ്യൂ 1 ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് BH.
This is the optical path difference between the two reflected rays. ഈ ഒരു രണ്ടാമത്തെ ലൈറ്റ് വേവ് എത്ര എക്സ്ട്രാ ട്രാവൽ ചെയ്തോ ആൻഡ് ഫസ്റ്റ് ലൈറ്റ് എത്ര എക്സ്ട്രാ ട്രാവൽ ചെയ്തോ അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓൾസോ വി ഹാവ് ഫ്രം ദി ട്രയാങ്കിൾ BFG. From the triangle BFG we have FG by BF is equal to cos R. അല്ലേ, cos R. This R is റിഫ്രാക്റ്റഡ് ആംഗിൾ, റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയാം. നമ്മുടെ BF റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു മീഡിയത്തിൽ. അതിൽ നോർമലുമായിട്ട് ഈ ഒരു ട്രാൻസ്മിറ്റഡ് ലൈറ്റും റിഫ്ലക്റ്റഡ് ലൈറ്റും ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ആംഗിൾ R ആണെങ്കിൽ കോസ് R ഇസ് ഈക്വൽ ടു FG by BF. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൾസോ വി ക്യാൻ റൈറ്റ് BF is equal to FG by cos R. FG we have what? FG is equal to thickness of the medium. So it is T by cos R എന്ന് നമുക്ക് BFൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഓൾസോ വി ഹാവ് BF is equal to FT. അല്ലേ, ഒരു സെയിം മീഡിയത്തിൽ ഒരു ലൈറ്റിനുണ്ടാകുന്ന ഇൻസിഡൻറ്റ് റേ ആണിത്, ഇതാണ് റിഫ്ലക്റ്റഡ് റേ. അവ തമ്മിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. സോ BF is equal to FT. BF is equal to FT. സോ BF പ്ലസ് FTനെ നമുക്ക് എന്തായിട്ട് എഴുതാം? BF പ്ലസ് FT is equal to 2BF എന്ന് എഴുതാം അല്ലേ, ബിക്കോസ് BF is equal to FT. സോ മുകളിലത്തെ എക്സ്പ്രഷനിൽ BF പ്ലസ് FTക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? BF പ്ലസ് FTക്കിൽ ഇറ്റ് ഈസ് 2 ഇൻറ്റു BF ആണ്. സോ BFൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2T by cos R ആണ് നമ്മളെ BF പ്ലസ് FT. നമ്മളെ എക്സ്ട്രാ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ലൈറ്റ് റേസ് ഇൻ ദി മീഡിയം, അല്ലെങ്കിൽ ഈ ഒരു തിൻ ഫിലിമിൽ നമ്മളെ ലൈറ്റ് വേവ്സ് എക്സ്ട്രാ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഓൾസോ ഫ്രം ട്രയാങ്കിൾ BHD we have sin I is equal to BHD എന്ന് പറയുന്നത് BHD. This is angle of incidence I. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ദിസ് ആംഗിൾ is equal to I because this is 90. This angle is 90 minus I. So 90 plus 90 minus I plus this angle, ഒരു ടോട്ടൽ ആംഗിൾ ഓഫ് ദീസ് ട്രയാങ്കിൾ എന്താണ്? 180 ആണ്. ആ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ദിസ് ആംഗിൾ വി ക്യാൻ ഓർ ദിസ് ആംഗിൾ BDH വി വിൽ ഗെറ്റ് I. സോ സൈൻ I എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇറ്റ് ഇസ് BH by BD or BH is equal to BD into sin I. Also from this triangle we will get BD is equal to 2BG. ഉണ്ട് BG plus GD ആണ് BD എന്ന് പറയുന്നത്. BDനെ ഈക്വൽ ആയിട്ടാണ് ഈ ഒരു ലൈന് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്. സോ BD വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് BG പ്ലസ് GD. BGയും GDയും ഈക്വൽ ആയതുകൊണ്ട് BD is equal to 2BG ആണ്. സോ BH we can write BDക്ക് പകരം 2 into BG sin I എന്ന് എഴുതാം. From triangle BFG we have sin R is equal to BG by BF. Okay, or we can write BG is equal to sin R into BF is equal to BF we have T by cos R. T by cos R into sin R എന്നിട്ട് നമ്മൾ റിലേഷൻ. സോ BG we can write BG is equal to T into tan R. So our BH will be, BH we have what? BH is equal to here B2 into BG sin I. So 2 into BGക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? BGക്ക് പകരം we can write T into tan R. So T into tan R into
what? Sin I. So our expression for BH is 2t tan R sin I. Also we have refractive index defined as nu is equal to sine of angle of refraction divided by sine of angle of incidence. Sorry, this is inverse. ഞാൻ എഴുതിയ തെറ്റാണ്. It is nu is equal to sin I by sin R. Sine of angle of incidence to sine of angle of റിഫ്രാക്ഷൻ്റെ റേഷ്യോ ആണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയത്തിൽ ലൈറ്റിൻ്റേത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അവർ ബി എച്ച് വിൽ ബി ബി എച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ബി എച്ച് ഇസ് ഈക്വൽ ടു 2t tan R sin I നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ. സോ നമുക്ക് സൈൻ ഐൻ്റെ എക്സ്പ്രഷൻ എന്ത് എഴുതാം? ഈ ഒരു എക്സ്പ്രഷനിൽ ബി എച്ച് ഇസ് ഈക്വൽ ടു 2t tan R ഇൻറ്റു സൈൻ ഐക്ക് പകരം മ്യൂ സൈൻ ആർ എന്ന് കൊടുക്കാം. മ്യൂ സൈൻ ആർ എന്ന് കൊടുക്കാം. ഓൾസോ വി വിൽ ഗെറ്റ് 2 ഇൻറ്റു ടി ഇൻറ്റു ടാൻ ആർ ഇസ് സൈൻ ആർ ബൈ കോസ് ആർ ആണ് ടാൻ ആർ എന്ന് പറയുന്നത്. മ്യൂ ഇൻറ്റു സൈൻ ആർ എന്ന് കിട്ടും. ഈ ഒരു എക്സ്പ്രഷന് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതിയാൽ 2 മ്യൂ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ എന്ന് കിട്ടും നമ്മളെ ബി എച്ച്. സോ നമ്മൾ ഡെൽറ്റ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് മ്യൂ ഇൻറ്റു ബി എഫ് പ്ലസ് എഫ് ഡി മൈനസ് ബി എച്ച് ആണ്. ബി എഫ് പ്ലസ് എഫ് ഡിക്ക് നേരത്തെ നമ്മളൊരു റിലേഷൻ കണ്ടുപിടിച്ചിരുന്നു. സോ ഇറ്റ് ഈസ് മ്യൂ ഇൻറ്റു ബി എഫ് പ്ലസ് എഫ് ഡി ഇസ് ഈക്വൽ ടു 2t by cos r ആണ്. 2t by cos r ആണ്. ഹിയർ we have derived an expression for BH. So putting this into this equation, 2 mu t into sin square r by cos r. This expression has the same denominator, so we can write optical path difference delta is equal to 2 mu t minus 2 mu t രണ്ടിലും കോമൺ ആണ്. 2 mu t by cos r കോമൺ ആണ്. ബാക്കി വരുന്നത് it is 1 minus sin square r ആണ്. We have sin square r plus cos square r is equal to 1. So 1 minus sin square r എന്ന് പറയുന്നത് cos square r ആണ്. So delta our optical path difference is equal to 2 mu t by cos r into cos square r. ഒരു cos r ഉം cos r ഉം cancel ആയി. So what is remaining? 2 mu t cos r is the optical path difference between the two waves. Since the film is placed in the air, the wave reflected from the upper surface of the film, that is PC, will have a sudden change in phase of pi. ഇത് പെട്ടെന്ന് പൈ എന്നൊരു ആംഗിളിലായിരിക്കും ഇതിനുണ്ടാകുന്ന ഫേസ് ചേഞ്ച്. which is equivalent to lambda by 2. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് നമ്മളുള്ള ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പൈ ഫേസ് ചേഞ്ചിലുണ്ടാകുന്ന പൈ ഫേസ് ചേഞ്ച് ആണെങ്കിൽ അതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്താണ്? ലാംഡ ബൈ 2 ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾസോ ദർ ഇസ് നോ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ട്രാൻസ്മിഷൻ അറ്റ് ഡി. ഡിയിലുണ്ടാകുന്ന ഈ ഒരു ട്രാൻസ്മിഷൻ കാരണം ഒരു ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഒന്നും സഡനായിട്ട് ഉണ്ടാകുന്നില്ല. സോ ദി എഫക്റ്റീവ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു റേ ഫ്രം ദി അപ്പർ ആൻഡ് ലോവർ സർഫസസ് ഓഫ് ദ ഫിലിം ഈസ്, നമ്മൾ നേരത്തെ റിഫ്ലക്റ്റഡ് റേസിന് ടോട്ടൽ ഉണ്ടായ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t cos r. ഓൾസോ അപ്പർ സർഫസിൽ ഉണ്ടാകുന്ന സഡൻ ഫേസ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് ഇറ്റ് ഈസ് ലാംഡ ബൈ 2. സോ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഓഫ് ദി വേവ് ഫ്രം ദി അപ്പർ ആൻഡ് ലോവർ സർഫസസ് ഓഫ് ദി ഫിലിം. ഈ ഒരു ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു പാത്ത് ഡിഫറൻസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എൻ ലാംഡ, നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ലഭിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഇഫ് ദി പാത്ത് ഡിഫറൻസ് ഇസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ, എന്തായിരിക്കും? ഇഫ് ഡെൽറ്റ ഇസ് എൻ ലാംഡ വേർ എൻ ഇസ് ഫ്രം 1 2 3 എക്സെട്ര, നമുക്ക് ലഭിക്കുക സൂപ്പർപൊസിഷൻ കാരണം നമുക്ക് അവിടെ ലഭിക്കുക എന്താണ്? ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും ലഭിക്കുക. സോ 2 mu t
cos r minus lambda by 2 is, if it is n lambda where n is from 1 2 3 etc., then we will get a bright fringe there. So the condition for bright fringe is this, which we can rewrite as 2 mu t cos r is equal to lambda into n plus half. This where n is from 1 to etc. This is the condition for bright fringes. അല്ലെങ്കിൽ constructive interference condition ആണിത്. Also for destructive interference we have, if the path difference is an odd integral multiple of lambda by 2, the film appears to be dark. So the condition for darkness is എന്താണ്? It is 2n minus 1 lambda by 2 where n is from 1 to 3 etc. So the condition is 2 mu t cos r minus lambda by 2 is equal to 2n minus 1 by lambda by 2 for getting dark fringes or darkness or എന്താണ് നമ്മളെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നമുക്ക് നടക്കാനുണ്ടാകുന്ന കണ്ടീഷൻ ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി ക്യാൻ റൈറ്റ് 2 mu t cos r is equal to n lambda എന്ന് നമുക്ക് കിട്ടും, where n is from 1 to etc. 1 to 3 etc. This is the condition for getting dark fringes and this is the condition for getting bright fringes, or this is the condition for constructive interference and this is the condition for destructive interference between the two coherent light waves which is coming from the point A. This is the entire topic of oblique incidence of light on a thin film and എന്താണ് അതിന് ശേഷമുള്ള ഇൻ്റർഫറൻസിന് മൊത്തത്തിലുള്ള ഒരു ടോപ്പിക്ക് ഇതാണ് ഡിസ്കഷൻ.